നാളെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ സെലക്ടഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, 16ാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. 16ാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ മന്ത്രി ആരാണ്? എസ് ജയശങ്കർ ആണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആണെങ്കിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ആണ്. അപ്പൊ നമ്മൾ കേന്ദ്ര മന്ത്രിസഭയിലെ ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? JP നദ്ദയാണ് കേട്ടോ. ജഗത് പ്രകാശ് നദ്ദയാണ്. അടുത്ത പോയിന്റ്, നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. കഴിഞ്ഞ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാണ്. അപ്പം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിലെ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. നിലവിലെ 39ാമത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അടുത്ത പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ ആണ്. ഇനി അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. കേരള സംസ്ഥാനത്തിലെ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. അപ്പോൾ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാണ്? രാജ്കുമാർ ഗോയൽ. പഠിച്ചു വെക്കണേ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ്. ഇനി നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് PR രമേശ് കേട്ടോ. അപ്പൊ ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള രാജ്കുമാർ ഗോയൽ അടങ്ങുന്ന കമ്മിറ്റിയിലെ അംഗമായിട്ട് എത്തുന്ന ആദ്യത്തെ മലയാളിയാണ് PR രമേശ് കേട്ടോ. PR രമേശ്. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ VP ജോയി ആണ് കേട്ടോ. സംസ്ഥാനത്തെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? VP ജോയി ആണ്. 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് കേട്ടോ. 8ാമത് കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ദേശീയ പിന്നാക്കക്ഷേമ കമ്മീഷന്റെ ചെയർമാൻ റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് കേട്ടോ. അപ്പം നിലവിലെ ദേശീയ പിന്നോക്കക്ഷേമ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതയായത് ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പൊ SIR-ുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു പശ്ചാത്തലത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു വെക്കണം, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് നിലവിലെ? രത്തൻ U കേൽക്കർ ആണ് കേട്ടോ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, കേരളത്തിലെ മുഖ്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രത്തൻ U കേൽക്കർ. ഇനി കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KG സനൽകുമാർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, അതായത് നമ്മുടെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KG സനൽകുമാർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി ആയിരിക്കുന്നത്. അപ്പൊ ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ചെയർമാനാണ് KG സനൽകുമാർ. ക്ലിയർ ആണ്?
അടുത്തത് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് നമ്മുടെ കേരളത്തിലാണ്. ആ കേരളത്തിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ അഥവാ ആദ്യ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. ഇനി അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് വി പി സാനുവാണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായത് വി പി സാനുവാണ്. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാണ്? നീതി ചിബ്ബർ ആണ്. വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരി എന്നാണ് കേട്ടോ. പഠിച്ചു നോക്കണം. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ നീതി ചിബ്ബർ, നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം സ്വന്തമാക്കിയതാരാണ്? എലേന റൈബാക്കിനെയാണ് കേട്ടോ. എലേന റൈബാക്കിനെയാണ്. ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ കസാക്കിസ്ഥാൻ താരം കൂടിയാണ് എലേന റൈബാക്കിന കേട്ടോ. അപ്പം നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടന്നൊരു ടൂർണമെന്റ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ. ആ ഓസ്ട്രേലിയൻ ഓപ്പൺ ടൂർണമെന്റിലെ വനിതാ ടെന്നീസ് കിരീടം സ്വന്തമാക്കിയതാരാണ്? എലേന റൈബാക്കിനെയാണ് കേട്ടോ. എലേന റൈബാക്കിനെയാണ്. അവര് എന്താണ്, അവരുടെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം അഥവാ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ കസാക്കിസ്ഥാൻ താരമാണ് എലേന റൈബാക്കിന. ഇനി 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയതാരാന്ന് ചോദിക്കാം. കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ സ്വദേശിയാണ് കാർലോസ് അൽക്കാരസ്. സ്പെയിന്റെ ചാമ്പ്യൻ കൂടിയാണ് കേട്ടോ. സ്പെയിന്റെ ടെന്നീസ് താരം കൂടിയാണ് കാർലോസ് അൽക്കാരസ്. അപ്പോൾ പഠിച്ചു വെക്കണം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ഈ കാർലോസ് അൽക്കാരസ് ആണ് ഇപ്പൊ നിലവില് ഇൻഫോസിസിന്റെ ആഗോള ബ്രാൻഡ് അംബാസിഡർ. കാർലോസ് അൽക്കാരസ് ആണ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്തത്, ഇനി നമ്മൾ ഈ ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം ചോദിക്കുമ്പോൾ 2025 അതായത് ഏറ്റവും അവസാനം നടന്ന ഗ്രാൻഡ് സ്ലാം ആണ് US ഓപ്പൺ ചാമ്പ്യൻ. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ 2025 US ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. അപ്പം 2026 ഓസ്ട്രേലിയൻ ഓപ്പണും 2025 US ഓപ്പണും കാർലോസ് അൽക്കാരസ് ആണ് നേടിയത്. കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ സിംഗിൾസ്. വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലങ്കയാണ്, ബെലാറസ് കാരിയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ്, വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം കഴിഞ്ഞ് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഡിഗ്രി പ്രിലിംസിന്. അപ്പം റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡില് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ഉസ്മാൻ ഡെബല്ലയാണ് കേട്ടോ. ഉസ്മാൻ ഡെബല്ലയാണ്. അദ്ദേഹം ഫ്രാൻസ് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ക്ലബ്ബ് PSG ആണ്. നമുക്കറിയാം ഫുട്ബോൾ താരങ്ങൾക്ക് ക്ലബ്ബുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പഠിച്ചു നോക്കണം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സിലെ മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ ഫ്രാൻസ്. മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റിയാണ് കേട്ടോ. സ്പെയിൻ സ്വദേശിനിയാണ്. അതുപോലെ തന്നെ അവരുടെ ക്ലബ്ബ് ബാഴ്സലോണയാണ്. അപ്പൊ മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റിയാണ്. തുടർച്ചയായി 3-ാം തവണയാണ് ഈ അയത്ന ബോൺമാറ്റി ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പൊ എത്ര പഠിച്ചു നോക്കണം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡിലെ മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ ഫ്രാൻസ്, മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റി സ്പെയിൻ. ക്ലിയർ ആണ്? ഇനി അടുത്തോട്ട് പോവാം. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ആർക്കാണ് ലഭിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. US പ്രസിഡന്റ് അഥവാ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ലഭിച്ചത്. അടുത്ത പോയിന്റ്, BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2026 അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രാഹുൽ ദ്രാവിഡും റോജർ ബെന്നിയും മിതാലി രാജുവാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ ആരൊക്കെയാണ്? BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2026 അർഹരായവരാരൊക്കെയാണ്? രാഹുൽ ദ്രാവിഡ്, റോജർ ബെന്നി, മിതാലി രാജ്. ഇനി അടുത്തത്, BCCIയുടെ 2024-25 മികച്ച ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. ശുഭ്മാൻ ഗില്ലാണ്. അപ്പൊ പഠിച്ചു നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. BCCIയുടെ 2024-25 മികച്ച ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. BCCIയുടെ 2024-25 ക്രിക്കറ്റർ ഓഫ് ദി അവാർഡ് പുരസ്കാരം ലഭിച്ച വനിതാ താരമാരാണ്? സ്മൃതി മന്ദാനയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? ചെനാബ് പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി
രാജ്യത്തിന് സമർപ്പിച്ച തീയതി എന്നാണ് 2025 ജൂൺ 6 ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത്. 359 മീറ്റർ ഉയരത്തിൽ നിർമ്മിതിയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് പാലം. അടുത്തത് രാജ്യത്തെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ്? അഞ്ചീഗണ്ട് പാലമാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ്? അഞ്ചീഗണ്ട് പാലമാണ്. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? പുതിയ പാമ്പൻ പാലമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? പുതിയ പാമ്പൻ പാലമാണ്. 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദി ഈ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ പാമ്പൻ പാലത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 2.07 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026-27 കേന്ദ്ര ബജറ്റിൽ കേരളം, കർണാടക എന്നിവയോടൊപ്പം ഏത് സംസ്ഥാനത്തിലെ പ്രധാന ആമ പ്രജനന കേന്ദ്രങ്ങളിലാണ് എക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടട്ടിൽ ട്രെയിൽസ് പദ്ധതി അവതരിപ്പിച്ചത്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് 2026-27 കേന്ദ്ര ബജറ്റിൽ കേരളം, കർണാടക എന്നിവയോടൊപ്പം ഏത് സംസ്ഥാനത്തിലെ പ്രഥമ ആമ പ്രജനന കേന്ദ്രങ്ങളിലാണ് എക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടട്ടിൽ ട്രെയിൽസ് പദ്ധതി അവതരിപ്പിച്ചത്? ഒഡീഷയാണ്. അടുത്ത പോയിന്റ്, കലാ സാംസ്കാരിക വിഭാഗത്തിൽ നിന്ന് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ 2025-26 യൂത്ത് ഐക്കൺ പുരസ്കാരം നേടിയത് കല്യാണി പ്രിയദർശനാണ്. ഇനി നമുക്ക് കുറച്ച് ടൂർണമെന്റോടെ നോക്കിപ്പോ 2026 ICC മെൻസ് T20 വേൾഡ് കപ്പ്, പുരുഷ T20 വേൾഡ് കപ്പ് നോക്കാം. പുരുഷ T20 വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് നടത്തിയത്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ഈ ടൂർണമെന്റ് നിലനിന്നത്. ഇതിന്റെ ജേതാക്കളാരാണ്? നമ്മുടെ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വരുന്നത്. ന്യൂസിലൻഡിനെ ഫൈനലിൽ 96 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. അപ്പൊ റണ്ണറപ്പ് ന്യൂസിലൻഡ്. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ്? നമ്മൾ പഠിച്ചതാണ്, സൂര്യകുമാർ യാദവ് ആണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു വി സാംസൺ. പ്ലെയർ ഓഫ് ദ ഫൈനൽ അഥവാ ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 3ാമത്തെ പുരുഷ T20 കിരീടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് 2026. ഇതിനു മുമ്പേ 3 കിരീടങ്ങൾ സ്വന്തമാക്കിയല്ലോ. ഏതൊക്കെയാണ്? 2007, 2024, 2026. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിലെ ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി, ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഈ ഒരു ടൂർണമെന്റിൽ ഫിൻ അലൻ ആണ് കേട്ടോ. ന്യൂസിലൻഡ് താരമായിട്ടുള്ള ഫിൻ അലൻ ആണ്. 30 പന്തിലാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. അതുപോലെ തന്നെ ഒരു T20 ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിക്കുന്ന താരമാരാണ്? 24 സിക്സറുകൾ അടിച്ച നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു വി സാംസൺ ആണ്. അതുപോലെ തന്നെ ഒരു പുരുഷ സീനിയർ ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമാകുന്ന ആദ്യ മലയാളി കൂടിയാണ് സഞ്ജു വി സാംസൺ. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കണം. അടുത്തത് 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പാണ്. ജേതാക്കള് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പാണ് ഇന്ത്യ 2025 തൂക്കിയത്, അതായത് ജയിച്ചത്. തൂക്കിയെന്നാണല്ലോ ഇപ്പം പറയുന്നത്. അപ്പൊ റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കന്നിക്കിരീടം തൂക്കിയത് വനിതാ ഏകദിന ലോകകപ്പിന്റെ. ഈ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മയാണ് കേട്ടോ. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മയും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മയാണ് കേട്ടോ. പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മ, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെലഗ്രാമിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ 10ഉം 20 മാർക്കുകളാണ് കറണ്ട് അഫയേഴ്സിന് നമ്മൾക്ക് മുമ്പിൽ ചോദിക്കുന്നത്. അപ്പം ആ മാർക്കുകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിന്റെ ടൈമിംഗ് ആയിട്ട് വരുന്നത്. 1 ഹവർ ക്ലാസ് ആണ്, അതായത് 1 ഹവർ ലൈവ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സസ് നമ്മുടെ ഗ്രൂപ്പ് ടെലഗ്രാമിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ്, ക്വാളിറ്റി PDF നോട്ട്സ് എടുക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ എല്ലാം നമ്മൾ PDF നോട്ട്സ് ആ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കറണ്ട് അഫയേഴ്സിനെ എടുക്കുന്നത്. കാരണം അങ്ങനെ എടുത്തെങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളൂ. ടോപ്പിക് വൈസ് അതിന്റെ കൂടെ തന്നെ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ ക്ലാസ് കാണുന്ന ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. എന്തായാലും ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന ബാച്ച് തന്നെയാണ്. 10ഉം 20ഉം മാർക്കുകളൊക്കെയാണ് ഇനി വരുന്ന പരീക്ഷകൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ഇതിന് നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇതിനു മുമ്പ് എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ആക്സസ്
ചെയ്യാൻ പറ്റുന്നതാണ്. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PDF നോട്ട്സും, പിന്നെ നമ്മൾ റിവിഷൻ ചെയ്താണ് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. 6 മാസത്തിനുള്ളിലാണ് ഇനി എല്ലാ പരീക്ഷകളും വരുന്നത്. അതായത് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെയുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തത് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ചോദിക്കാൻ സാധ്യതയുണ്ട്. വിജയികൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കള്. റണ്ണറപ്പ് ന്യൂസിലൻഡ് ആണ് റണ്ണറപ്പായിട്ട് വന്നിരിക്കുന്നത്. ഫൈനൽ നടന്ന സ്ഥലം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഈ 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും UAEയുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ മാച്ച് രോഹിത് ശർമ്മയാണ്, 76 റൺസ് കേട്ടോ. പ്ലെയർ ഓഫ് ദ മാച്ച് അഥവാ ഫൈനലിലെ താരം രോഹിത് ശർമ്മയും ടൂർണമെന്റിലെ താരം രച്ചിൻ രവീന്ദ്രയാണ് കേട്ടോ. രച്ചിൻ രവീന്ദ്ര ന്യൂസിലാൻഡുകാരനാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയാണ്, 2024 പുരുഷ T20 വേൾഡ് കപ്പും ജേതാക്കൾ നമ്മുടെ ഇന്ത്യ തന്നെയാണ് ജേതാക്കൾ. അവിടെ ടൂർണമെന്റിലെ താരം ജസ്പ്രീത് ബുംറ ആണെങ്കിൽ 2024 പുരുഷ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ നമ്മുടെ ഇന്ത്യയാണ്. ആ 2024 ടൂർണമെന്റിലെ താരം ജസ്പ്രീത് ബുംറയും ഫൈനലിലെ താരം രോഹിത് ശർമ്മയുമാണ്. അതുകൂടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ് ഇന്ത്യ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ് ഇന്ത്യ. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? മിലൻ ആൻഡ് കോർട്ടിന ഡാംബസോ ഇറ്റലിയാണ് കേട്ടോ. 2026 വിന്റർ ഒളിമ്പിക്സ് അഥവാ ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി മിലൻ കോർട്ടിന ആംബസോ ഇറ്റലിയാണ് കേട്ടോ. 2028 സമ്മർ ഒളിമ്പിക്സ് കേട്ടോ. സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്കയാണ് കേട്ടോ. അപ്പൊ 2028 ഇനി അടുത്ത പ്രധാനമായിട്ടുള്ള സമ്മർ ഒളിമ്പിക്സ് വരുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്കയാണ്. ഈ 2028 സമ്മർ ഒളിമ്പിക്സിലാണ് ക്രിക്കറ്റ് വീണ്ടും വരാനൊരുങ്ങുന്നത് കേട്ടോ. ഇതുവരെ നടന്ന ഒളിമ്പിക്സുകളിൽ ക്രിക്കറ്റ് ഒരു ഇനമായിട്ടില്ലായിരുന്നു. ഇനി 2028 മുതൽ ക്രിക്കറ്റ് വരാൻ പോവാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ച് മുമ്പ് വരെ സ്ത്രീകളുടെ ഇതിലായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇനി ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീകളുടെ ഇതായിട്ട് കണക്ക് കൂട്ടത്തില്ല എന്ന് പറഞ്ഞ ഒളിമ്പിക്സ് ആണ് ലോസ് ഏഞ്ചൽസ്. അപ്പൊ പഠിച്ചു വെക്കണം, 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. 2030 വിന്റർ ഒളിമ്പിക്സ് അഥവാ 2030 ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി ഫ്രഞ്ച് ആൽപ്സ് ഫ്രാൻസ് ആണ്. 2032 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ആണ്. ഇനി അടുത്ത് നോക്കാം. 20ാമത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി നഗോയ ജപ്പാനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, 20ാമത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി നഗോയ ജപ്പാനാണ്. ഇനി 21ാമത് 2030 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ദോഹയാണ് കേട്ടോ. ഖത്തറിലെ ദോഹയാണ്. അടുത്ത നോക്കാം. 2025 അർജുന അവാർഡ് കായിക രംഗത്തെ മികവിന് 28 താരങ്ങൾക്കാണ് അർജുന അവാർഡ് പുരസ്കാരം ലഭിച്ചത്. ഈ 2025 അർജുന അവാർഡ് പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റർമാർ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ആരൊക്കെയാണ്? ഈ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവതാരം യശസ്വി ജയ്സ്വാലിനും പേസ് ബോളർ മുഹമ്മദ് സിറാജിനും അർജുന അവാർഡ് ലഭിച്ചു. ഇനി അടുത്തത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 ലഭിച്ചത് ആർക്കാണ്? സ്റ്റാർ ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയ്ക്കാണ്. പഠിച്ചു വെക്കണേ, മേജർ ധ്യാൻചന്ദ് പുരസ്കാരം എന്തിനാണ്? കായിക രംഗത്തെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2025 ലഭിച്ചത് സ്റ്റാർ ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയ്ക്കാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്തിൽ ആദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇ-വിദ്യ കേട്ടോ. പഠിച്ചു വെക്കണേ, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്ത് ആദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഇ-വിദ്യ പോർട്ടലാണ്. ഇനി അടുത്തത് ആഗോള സന്തോഷ സൂചികയാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026. ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം ഫിൻലൻഡ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ആഗോള സന്തോഷ സൂചിക 2026 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഫിൻലൻഡ് ആണ്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു വെക്കണം. ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനമാണ്. 2025 ഇന്ത്യ 118ാം സ്ഥാനമായിരുന്നു കേട്ടോ. അപ്പൊ 2025 ചോദിക്കുകയാണെങ്കിൽ 118 ആണ് കേട്ടോ. ആഗോള സന്തോഷ സൂചിക 2025 ആണ് 115. ആഗോള സന്തോഷ സൂചിക 2026 ആണ് 116 കേട്ടോ.
ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025-26 അഥവാ UN മാനവ വികസന സൂചിക 2025-26 കാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ്? 130-ാം സ്ഥാനമാണ് കേട്ടോ. 130-ാം സ്ഥാനമാണ്. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്തത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക കേട്ടോ. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 151-ാം സ്ഥാനമാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം 151-ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ് കേട്ടോ. തുടർച്ചയായ 10-ാം വർഷമാണ് നോർവേ ഈ പട്ടികയിൽ ഒന്നാമതെത്തുന്നത്. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സൂചികയാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക കേട്ടോ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 75-ാം സ്ഥാനമാണ് കേട്ടോ. അപ്പൊ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2026 75-ാം സ്ഥാനമാണ്. 2025 നമുക്ക് 85-ാം സ്ഥാനത്തായിരുന്നു. 85-ാം സ്ഥാനത്തായിരുന്നു. 26 ആയപ്പോഴത്തേക്കും നമ്മൾ 10 പോയിന്റ് കൂട്ടി 75-ലോട്ട് വന്നു. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസ ഇല്ലാതെ യാത്ര ചെയ്യാം. ഇനി ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ആണ്. പഠിച്ചു വെച്ചോണേ, നാളെ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. എന്താണ്? വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ US സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ആണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ നടത്തിയ US സൈനിക നീക്കത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഏതാണ്? ക്ലോഡ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ. അപ്പൊ എന്താണ്? വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ നടത്തിയ US സൈനിക നീക്കത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മോഡൽ AI മോഡൽ ഏതാണ്? ക്ലോഡ് ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാരാണ്? അയത്തുള്ള അലി ഖമേനിയാണ് കേട്ടോ. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആരാണ്? അയത്തുള്ള അലി ഖമേനിയാണ്. ടെഹ്റാന്റെ ഓഫീസ് സമുച്ചയത്തിന് നേരെയാണ് അവിടെ ഫെബ്രുവരി 28-നാണ് ഈ ഒരു വ്യോമാക്രമണം നടന്നത്. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പേരാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കേട്ടോ. പഠിച്ചു നോക്കണം. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാരാണ്? അയത്തുള്ള അലി ഖമേനി. മുഴുവൻ പേരും പഠിച്ചു വെച്ചോണം. അയത്തുള്ള അലി ഖമേനി കേട്ടോ. അടുത്ത പോയി നോക്കാം. ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഹോർമൂസ് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാൻ, ഒമാൻ, UAE ആണ് കേട്ടോ. അപ്പൊ ഹോർമൂസ് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത് ഇറാനും ഒമാനും UAEക്കും ഇടയിലാണ് കേട്ടോ. അടുത്ത പോയിന്റ്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി കേട്ടോ. പഠിച്ചു വെച്ചോണേ. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയാണ്. ഇനി USA-യും അതായത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഗർജിക്കുന്ന സിംഹം. എന്താണ്? ഓപ്പറേഷൻ ലയൺസ് റോറിംഗ് ലയൺ കേട്ടോ. പഠിച്ചു വെച്ചോണേ. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം. ഇനി ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 കേട്ടോ. പഠിച്ചു വെച്ചോണേ. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ്. ഇനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമേനിയാണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാരാണ്? അയത്തുള്ള മുജ്തബ ഖമേനിയാണ് കേട്ടോ. അയത്തുള്ള മുജ്തബ ഖമേനിയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്. ജപ്പാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായതാരാണ്? സനി തക്കൈച്ചിയാണ് കേട്ടോ. അപ്പൊ ജപ്പാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് സനി തക്കൈച്ചിയാണ്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനാണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാനാണ്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം, നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായാണ്. അടുത്ത പോയിന്റ്. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് റോബ് ജെറ്റൻ ആണ് കേട്ടോ. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് റോബ് ജെറ്റൻ ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ബ്രിട്ടീഷ് അക്കാദമി അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് അഥവാ ബാഫ്ത അക്കാദമി പുരസ്കാരമാണ്. ബ്രിട്ടീഷ് അക്കാദമി അവാർഡ്സ് അഥവാ ബാഫ്ത പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ബൂങ് ആണ് കേട്ടോ. ഈ ബൂങ് ഒരു മണിപ്പൂരി ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മി പ്രിയ ദേവിയാണ് കേട്ടോ. ഈ ബാഫ്ത പുരസ്കാരത്തിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് ബൂങ്ങിന് പുരസ്കാരം ലഭിച്ചത്. ബൂങ് ഒരു മണിപ്പൂരി ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മി പ്രിയ ദേവിയാണ്. അടുത്ത പോയിന്റ്.
ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് പഞ്ചം കേട്ടോ. പഞ്ചം, പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് എന്നാണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് പഞ്ചം. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ ആണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ് ആണ് കേട്ടോ. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ക്രിക്കറ്റ് ആണ്. രാജ്യത്ത് ആദ്യമായി നദിക്ക് അടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്രയിലാണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായി നദിക്ക് അടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്രയിലാണ്. അടുത്തത് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? മേപ്പിൾ ദ മ്യൂസ് കാനഡയുടെ പ്രതീകമാണ്. സായു ദ ജാഗ്വർ മെക്സിക്കോയുടെ പ്രതീകമാണ്. ക്ലച്ച് ദ ബാൾഡ് ഈഗിൾ USA പ്രതീകങ്ങളാണ്. ഒന്ന് ഓർത്തു വെച്ചോടെ. മാപ്പിൾ, സായു, ക്ലച്ച് കേട്ടോ. ഇതെല്ലാം എന്താണ്? മേപ്പിൾ എന്ന് പറയുന്നത് കാനഡ, സായു മെക്സിക്കോ, ക്ലച്ച് എന്ന് പറയുന്നത് എന്താണ്? US ആണ് കേട്ടോ. 3 രാജ്യങ്ങളിലാണല്ലോ നമ്മുടെ ഫിഫ ലോകകപ്പ് നടക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തത്തിന്റെ പേരെന്താണ്? ട്രയാൻഡോ ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, രാജ്യത്തെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ദീപിക പദുക്കോണാണ്. രാജ്യത്തെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായതാണ്? ദീപിക പദുക്കോണാണ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ. അപ്പൊ എന്താണ്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ. ഗൂഗിളിന് വെല്ലുവിളിയായി ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ സെർച്ച് ബ്രൗസറാണ് അറ്റ്ലസ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി വകുപ്പ് AI സഹമന്ത്രി ആയിട്ടുള്ള അൽബേനിയയിലെ സഹമന്ത്രി ഏതാണ്? ഡില്ലെയാണ് കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? കൊനേരു ഹംപുവും ദിവ്യ ദേശ്മുഖുമാണ്. 2025 വനിതാ ചെസ് ലോക ചാമ്പ്യനായത് ദിവ്യ ദേശ്മുഖാണ്. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് കേട്ടോ. അർജന്റീനിയൻ ഫുട്ബോൾ താരമായിട്ടുള്ള ലയണൽ മെസ്സിയാണ്. ഒന്നുകൂടെ പറയാം, 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോണ്ടെയർലൈനും കേട്ടോ. അന്റോണിയോ കോസ്റ്റയും ഉർസുല വോണ്ടെയർലൈനും ഇവര് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇതിൽ തന്നെ അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോണ്ടെയർലൈന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോണ്ടെയർലൈന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. ഇനി അടുത്ത് നോക്കാം. ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയായ CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലെ രാജ്യത്തെ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സിമ്രാൻ ബാലയാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ രജോരി ജില്ലയിലെ നൌഷേര സ്വദേശിയാണ് സിമ്രാൻ ബാല. ഒന്ന് പേരൊന്ന് ഓർത്ത് വെച്ചോണേ, പഠിച്ചോണം. എന്താണ്? ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയായിട്ടുള്ള CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യത്തെ ആദ്യ വനിതാ ഓഫീസറാണ് സിമ്രാൻ ബാല. 2025 നോബൽ സമാധാന പുരസ്കാരം ജേതാവാരാണ്? മരിയ കൊറീന മച്ചാഡോയാണ് കേട്ടോ. 2025 നോബൽ സമാധാന പുരസ്കാര ജേതാവാരാണ്? മരിയ കൊറീന മച്ചാഡോ ആണ്. വെനസ്വേലയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ, വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു ആണ് മരിയ കൊറീന മച്ചാഡോ. ഈ അടുത്തിടെ എന്താണ് നോബൽ സമ്മാനം നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോയാണ്. ഇനി 2025 നോബൽ സാഹിത്യ പുരസ്കാര ജേതാവ് ലാലോ ക്രസ്ന ഫോർക്കെയാണ്. ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ജേതാക്കള് മണിപ്പൂരാണ്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കള് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിന്റെ ആദ്യ രഞ്ജി ട്രോഫി കിരീടമാണ് ഈ വർഷം നേടിയത്. 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ബ്രസീലാണ് കേട്ടോ. 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ബ്രസീലാണ്. ഇനി 2031 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി USA, കോസ്റ്റാറിക്ക, ജമൈക്ക, മെക്സിക്കോ ആണ്. 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി നഗോയ, ജപ്പാനാണ്. 21ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ദോഹ, ഖത്തറാണ്. 22ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി 2034 റിയാദ്, സൗദി അറേബ്യയാണ്. ഒളിമ്പിക്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്, പറയാത്ത പോയിന്റ് നോക്കാം. 4ാമത് യൂത്ത് സമ്മർ ഒളിമ്പിക്സ് 2026 വേദി ഡക്കാർ സെനഗലാണ് കേട്ടോ. ഇനി അടുത്തത് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോണം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ്. 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡയാണ്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്കയാണ് കേട്ടോ. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്കയാണ്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത് അങ്കാറ തുർക്കിയാണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? അങ്കാറ തുർക്കിയാണ്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം അസർബൈജാനാണ്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം അസർബൈജാനാണ്. ഇനി 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ് കേട്ടോ, സൗത്ത് കൊറിയ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്, പഠിക്കണം. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയിലാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ്. ഇനി COP30 കാലാവസ്ഥ ഉച്ചകോടി 2025 കാലാവസ്ഥ ഉച്ചകോടി COP30 വേദിയായത് ബ്രസീലിലെ ബെലേമാണ്. ഇനി നോക്കാം, ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാം. 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ, മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ, മികച്ച നടി ജെസി ബാക്സിയാണ്. ഒന്നുകൂടെ പറയാം, 98ാമത് ഓസ്കാർ പുരസ്കാരം 2026 മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ, മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ, ചിത്രം സിന്നേഴ്സ് ആണ് കേട്ടോ. മികച്ച നടി ജെസി ബാക്സി, ചിത്രം ഹാംലെറ്റ് ആണ്. ഇനി 97ാമത് ഓസ്കാർ പുരസ്കാരം 2025 പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക്. അതില് 2025 ഓസ്കാർ പുരസ്കാരത്തിൽ 97ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രം അനോറയാണ്, മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ ആണ്, മികച്ച നടൻ അഡ്രിയാൻ ബോഡിയാണ്, മികച്ച നടി മൈക്കി മാഡിസൺ ആണ് കേട്ടോ. ഇത്രയൊന്നും അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോയിന്റ്, 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? എക്കോ ആണ് കേട്ടോ. അപ്പൊ 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എക്കോയാണ്. ഇനി അടുത്തത് 2025 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കണേ, ചോദിക്കും പരീക്ഷയ്ക്ക്. 2025 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മോഹൻലാലാണ്. ചിത്രം ഏതാണ്? തുടരും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനുള്ള അഭിനയത്തിനാണ് ലഭിച്ചത്. ഇനി അടുത്ത പോയിന്റ്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ് കേട്ടോ. നോവലിസ്റ്റ് ആയിട്ടുള്ള എൻ പ്രഭാകരനാണ്. ഇമ്പോർട്ടന്റ് ആണ്, അദ്ദേഹത്തിന്റെ നോവലാണ് മായ മനുഷ്യർ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ ലഭിച്ചതാർക്കാണ്? എൻ പ്രഭാകരൻ. നോവൽ ഏതാണ്? മായ മനുഷ്യൻ. ഇനി അടുത്തത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ്. കൃതി റാം കെയർ ഓഫ് ആനന്ദിയാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ് കേട്ടോ. ബാലസാഹിത്യം ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. കൃതി ഏതാണ്? പെൻഗിനുകളുടെ വൻകരയിൽ. പെൻഗിനുകളുടെ വൻകരയിൽ. അടുത്ത കുറച്ച് പ്രധാനപ്പെട്ട അവാർഡുകൾ നോക്കി പോവാം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. ഇദ്ദേഹം സാഹിത്യ വിമർശകനാണ്. ഇദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. EP രാജഗോപാലൻ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറാണ്. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറാണ്. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീയാണ്. നോവലിസ്റ്റ് ആയിട്ടുള്ള R രാജശ്രീയാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേത്തിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേത്തിൽ രാധാകൃഷ്ണൻ.
മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് ലഭിച്ചു കേട്ടോ. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണൻ, മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്, കവിയായിട്ടുള്ള പ്രഭാവർമ്മയാണ്. 2025 ONV യുവ കവി പുരസ്കാരം ലഭിച്ചത് അമൃത ദിനേശിനാണ് കേട്ടോ, അമൃത ദിനേശിനാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്, അരുന്ധതി റോയ്ക്കാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ നിരീക്ഷിക്കുന്നതിനായി ISRO താൽക്കാലിക നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപുകളാണ്. ഈ കൊക്കോസ് ദ്വീപുകൾ ഓസ്ട്രേലിയയിലാണ്. എന്നോട് പറയാം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ നിരീക്ഷിക്കുന്നതിനായി ISRO താൽക്കാലിക നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപുകൾ, ഓസ്ട്രേലിയ. അടുത്ത പോയിന്റ്, ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ ആരംഭിച്ച ഇന്ത്യയുടെ അനലോഗ് ദൗത്യമാണ് മിഷൻ മിത്ര കേട്ടോ, മിഷൻ മിത്ര. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യങ്ങളുമായുള്ള സമുദ്ര പങ്കാളിത്തം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന ആവിഷ്കരിച്ച പരിശീലന ദൗത്യമാണ് ഇന്ത്യൻ ഓഷ്യൻ ഷീപ്പ് സാഗർ കേട്ടോ, ഇന്ത്യൻ ഓഷ്യൻ ഷീപ്പ് സാഗർ. അടുത്ത പോയിന്റ് നോക്കാം. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ. പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്? വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് അഥവാ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. പാമ്പുകളുടെയും മനുഷ്യരുടെയും രക്ഷയ്ക്കായി വനം വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് സർപ്പ ആപ്പ്. പാമ്പുകളുടെയും മനുഷ്യരുടെയും രക്ഷയ്ക്കായി വനം വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്പ്. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസിന് നൽകുന്ന പരിശീലന പരിപാടിയാണ് ബോധ്യം പദ്ധതി. ബോധ്യം പദ്ധതി. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാർഷലിനാണ്. 2027 ഇന്ത്യൻ സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാരാണ്? പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം CL ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം കൊച്ചി വിമാനത്താവളമാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിച്ചത് ഹരിയാനയിലും ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് വാരണാസി ഉത്തർപ്രദേശിലുമാണ്. അറിഞ്ഞിരിക്കണേ. ഇനി അടുത്തത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? ഉദയ് എന്നാണ് ആ ഭാഗ്യചിഹ്നത്തിന്റെ പേര്. ഈ പേര് നൽകിയത് റിയ ജെയിൻ എന്ന വ്യക്തിയാണ് ഈ ഒരു പേര് നൽകി, ഉദയ് എന്നുള്ള പേര് നൽകിയത്. ഈ ഉദയ് എന്നുള്ള ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ള മലയാളിയായിട്ടുള്ള അരുൺ ഗോകുലാണ് ഉദയ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, മലയാളിയാണ്. അടുത്തത് സ്നേഹാരാമം പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിക്കാം. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് അവിടെ പൂന്തോട്ടങ്ങളോ മനോഹരമായ പാർക്കുകളോ നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. ഈ പദ്ധതി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. അടുത്ത പോയിന്റ്, നവജീവൻ പദ്ധതി. ഇത് പ്രധാനമായും 50 65 പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതർക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ഇനി അടുത്ത് നോക്കാം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അങ്കണവാടികളിൽ ചേർക്കുന്നതിലും 6 വയസ്സും അതിൽ കൂടുതലുള്ളവരെ പൊതുവിദ്യാലയങ്ങളിലും സംയോജിപ്പിക്കുന്നതിനുമായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജ്യോതി പദ്ധതി. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം പദ്ധതി. സുജലം സുലഭം പദ്ധതി.
വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷന് നൽകിയ പേരാണ് ഓപ്പറേഷൻ നുംകൂർ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തത്. നാളത്തെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക.